നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. സമർത്ഥമായ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കാമുകൻ ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബർ 14 ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25 ചികിത്സയിലിരിക്കെ ഷാരോണിന്റെ മരണം സംഭവിച്ചു. കേസിലെ 3-ാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാറിനെ 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഷാരോൺ വധക്കേസിൽ വധശിക്ഷ വിധി കേട്ട് നിർവികാരയായി ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ ഷാരോണിന്റെ മാതാപിതാക്കൾ. ഷാരോൺ രാജ് വധക്കേസിൽ കോടതി വധശിക്ഷ വിധിച്ചതോടെ നിർവികാരയായി ഗ്രീഷ്മ. വിധി കേട്ട് ഗ്രീഷ്മ ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ കോടതി വിധി പറഞ്ഞതോടെ ഷാരോണിന്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു. ഇന്ന് ഷാരോണിന്റെ കുടുംബം കോടതിയിലെത്തിയിരുന്നു. 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഷാരോണിനെ ഒഴിവാക്കുവാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തി എന്നാണ് കേസ്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിൽ. കഴിഞ്ഞ വർഷം കേരളത്തിൽ 66 കോവിഡ് മരണം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 66 പേരാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം 5597 പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 2023 516 മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏലപ്പൊള്ളിയിലെ മദ്യക്കമ്പനിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് എഥനോൾ ഉൽപാദനത്തിനെന്ന് BJP. ഏലപ്പൊള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് കേന്ദ്രം അനുമതി നൽകിയെന്ന വാദം തള്ളി BJP. ഒയാസിസിനെ കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. സംസ്ഥാനം ഇതിന്റെ മറവിൽ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. വെള്ളം പ്രധാന അസംസ്കൃത വസ്തുവായ കമ്പനിക്ക് സംസ്ഥാനം എവിടുന്ന് വെള്ളം കൊടുക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. സാധാരണക്കാർക്ക് കുടിവെള്ളം എത്തിക്കേണ്ട മന്ത്രി തന്നെ വെള്ളം ഊറ്റി വിദേശ മദ്യ കമ്പനിക്ക് കൊടുക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എക്സൈസ് മന്ത്രി ഒയാസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറി. തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ മന്ത്രി രാജിവെക്കും വരെ BJP ജനകീയ പ്രക്ഷോഭം ആരംഭിക്കും. CPM തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് ഏജൻസിയായിരുന്നു ഒയാസിസ് കമ്പനിയെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പെനിസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പെനിസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി.
നെയ്യാറ്റിൻകര ഗോപന്റെ മരണം, കാലുകളിൽ മുറിവ്, ഹൃദയവാൾവിൽ ബ്ലോക്ക്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായി മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ്. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് കണ്ടെത്തി. ഇത് മരണകാരണമായോ എന്ന് പറയുവാൻ കഴിയില്ല. ബ്രൂവറിക്ക് വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും കോടതി ഉത്തരവ് ലംഘിച്ചെന്ന പരാതി, പ്രതിഷേധവുമായി കർഷകരും. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറിക്കായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന്. മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യങ്ങൾ കഴിഞ്ഞു മാത്രമേ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്ന് 2018 ഹൈക്കോടതി ഉത്തരവ്. ഇതോടെ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ് കർഷകരും. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ആരോഗ്യം വീണ്ടെടുത്ത ഉമാ തോമസ് MLA. മനോധൈര്യം പ്രശംസനീയമെന്ന് ഡോക്ടർ. ഫിസിയോതെറാപ്പി തുടരും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ VIP ഗാലറിയിൽ നിന്നും വീണു പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വളരെ മോശം അവസ്ഥയിലായിരുന്നു ഉമാ തോമസ് MLA ആശുപത്രിയിലെത്തിയതെന്ന് റെനൈ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ പറഞ്ഞു. വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ടെന്നും കുറച്ചു ദിവസം കൂടി ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി. ആരും പരിഭ്രാന്തരാകരുത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ സൈറൺ മുഴങ്ങും. മുഖ്യമന്ത്രി കവച് നാടിനായി സമർപ്പിക്കും. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ജനുവരി 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കവചം മുന്നറിയിപ്പ് സൈറണുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം 5 നടക്കുക. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് സംവിധാനം തയ്യാറാക്കിയത്. ഉദ്ഘാടന ദിവസമായ ജനുവരി 21 വൈകിട്ട് 5 ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സൈറണുകൾ മുഴങ്ങും. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.